ചേച്ചി, എന്നാലും ആ കുട്ടിക്ക് എന്ത് പറ്റിയതായിരിക്കും? ആ കൊച്ചിനെ ആരാണ്ട് കൊന്നതാണെന്ന് അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ എന്റെ അച്ഛനോട് പറയുന്നത് കേട്ടതാ. എനിക്കറിയില്ല. ബാറ്റ്മാൻ ആയിരിക്കും. രാത്രി നമ്മൾ പിള്ളേരെ പിടിച്ചോണ്ട് പോവാറില്ലേ പതിവ്. നമ്മുടെ സുധാൻ സാറല്ലേ വരുന്നത്? രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ ജോസ് വിശേഷമൊക്കെ? ഒന്നല്ലേ? ഓ, ഇതുപോലെ തന്നെ സാറേ, ഇങ്ങനെ പോകുന്നു. പെണ്ണും പിള്ള എടുത്തിട്ട് അലക്കുന്ന പരിപാടി ഇപ്പോഴും ഉണ്ടോടാ? ഇല്ല സാറേ, ഇപ്പൊ പഴയ പോലെ കുടിക്കാറൊന്നുമില്ല. ശരിയാണോടാ രാജ? ഞങ്ങൾ വല്ലപ്പോഴും. എങ്ങനെ നിങ്ങളൊക്കെ ഒറ്റ കേട്ടല്ലേ? നന്നായി സാറേ. കേട്ടില്ല സാറേ, സത്യം. ശരി ശരി, നിന്റെ പെണ്ണുമുള്ള ഞാനൊന്ന് കാണട്ടെ. എന്നാ ശരി. ഓ രാജ, ഞാൻ വിചാരിച്ചു നീ ഇല്ലാത്ത എന്തെങ്കിലും ഒക്കെ പറയുമെന്ന്. ഞാൻ അങ്ങനെ പറയുവാ. നിങ്ങൾ അറിഞ്ഞോ, ആ കലിങ്ങിന്റെ താഴെ ഇന്നലെ ഒരു കുട്ടിയുടെ ശവം കിടപ്പുണ്ടായിരുന്നു. ആ, അമ്മ അപ്പുറത്തെ വീട്ടിലെ അന്നയോട് പറയുന്നത് ഞാൻ കേട്ടു. രാത്രി നമ്മുടെ ഇവിടെ ബ്ലാക്ക്മാൻ വരുന്നുണ്ട്. അയാള് വന്ന് പിള്ളേരെ എല്ലാം പിടിച്ചോണ്ട് പോയി കൊല്ലും. അയാൾ ഇപ്പൊ നിങ്ങൾ വരുമോ? എനിക്ക് പേടിയാ. നീ പേടിക്കാതെ, അയാൾ രാത്രിയല്ലേ വരുന്നേ, അതുകൊണ്ടാ പുറത്തിറങ്ങരുത്. അയ്യോ, എനിക്ക് പേടിയാ. അയാൾ എന്നെ പിടിക്കാൻ വന്നാൽ എന്റെ അച്ഛൻ്റെ അടുത്ത് വലിയൊരു വെട്ടി കട്ടിണ്ട്. അതിനുകൊണ്ട് ഞാൻ അയാളെ വെട്ടി കൊല്ലും. ആര്? നീയാ? ഞാനല്ല, എന്റെ അച്ഛൻ. പിന്നെ അയാളുടെ ഇതിലും വലിയ കത്തിയുണ്ട്. ആ കത്തി ഇത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് അയാൾ വെട്ടിയും കുത്തിയും കൊല്ലും. അനി, നീ കണ്ടിട്ടുണ്ടോ ആ കത്തി? പറയുന്ന കേട്ടിട്ടുണ്ട്. എന്നെ അയാൾ പിടിക്കാൻ വന്ന ഞാൻ അയാളെ ഇടിച്ച് ശരിപ്പെടുത്തും. എന്നിട്ട് അയാളെ വായിൽ കൂടെ ചോര വരുത്തും. ഓ, പിന്നെ രാത്രി പേടിച്ചിട്ട് കിടക്കാൻ പോകുന്ന പാർട്ടിയായി പറയുന്നത്. എല്ലാവരും പഠിക്കും. കറുപ്പും ചുവപ്പും വരും. പഠിക്കും, എല്ലാവരും പഠിക്കും. ശരിയാ, നേരത്തെ ഏക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പോയടാ, എന്റെ മോള് പോയി. ആ ബ്ലാക്ക്മാൻ എന്റെ മോള്. ഞാൻ ഇവളും ഇനി ഇവന്റെ വിഷമം തിന്നിച്ചാ. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. എന്തിനായിരുന്നടാ അവൻ എന്റെ മോള്? പാവ എന്റെ മോള് വെട്ടിക്കീറിയില്ലടാ. അവൻ വെള്ളിനെ വെട്ടിച്ചാകും. സാറ് കണ്ടോ, അവൻ എന്റെ മോളെ. ആ ബ്ലാക്ക്മാൻ കൊല്ലും ഞാൻ അവനെ. ആ ബ്ലാക്ക്മാനെ ഇനി ഒരു കുഞ്ഞും
അവന്റെ കൈകൊണ്ട് മരിക്കാൻ പാട്. നീ കരയാതടാ, അവൻ ആരായാലും നമുക്കവനെ കണ്ടു. രാജ, ഇനി നമുക്ക് ക്ഷമിക്കാനാവില്ല. അവൻ ആരായിരുന്നാലും ഇന്ന് അവനെ പൊക്കണം. ഇന്ന് കുറച്ച് ആളെയും കിട്ടിയിട്ട് നീ കുറുക്കിന്റെ വീട്ടിലേക്ക് വരും. വരാം സാർ, ഞാൻ വരാം. എത്ര ആളെ കൂട്ടാ അത്ര ആളെ കൂട്ടി ഞാൻ വരും. അതെ, ഇതിനൊരു അവസാനം വേണം. അതുവരെ ഇനി നമുക്ക് വിശ്രമമില്ല. അപ്പൊ പറഞ്ഞ പോലെ വൈകിട്ട് കുറുക്കിന്റെ വീട്ടിൽ കാണാം. ആ ബ്ലാക്ക് മാനെ എന്താ പിടിക്കാൻ പറ്റാത്തെ? എന്നാലും അയാൾ എസ്റ്റിനായിരിക്കും കുട്ടികളെ കൊണ്ടേ കൊല്ലുന്നത്. നമുക്ക് അയാളെ തപ്പി ഇറങ്ങിയാൽ നമുക്ക് അയാളെ കണ്ട പോലീസിൽ കൊടുക്കണം. മരിക്കും, എല്ലാവരും മരിക്കും. ഭ്രാന്ത, നിങ്ങളാണ് ഞങ്ങളുടെ അമൃതനെ കൊന്നത്. അവൻ ഇവിടെയുണ്ട്, ഒരു നിഴൽ പോലെ നിങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ അവനെ കണ്ടു. നിങ്ങൾക്ക് കാണണോ? ഈ ഭ്രാന്തനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ആർക്കും എന്നെ വിശ്വാസമില്ല. കാരണം ഞാനൊരു ഭ്രാന്തനായിട്ടാണോ? ആരാണ് ഞങ്ങളുടെ അമ്മയെ കൊന്നത്? ഇല്ല, ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഈ നാട്ടുകാർ പോലും വിശ്വസിക്കത്തില്ല. ഞങ്ങൾക്ക് വിശ്വാസം പറ. വാ, നിങ്ങൾ എല്ലാവരും വാ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? കാണണ്ടേ അയാളെ? നമ്മൾ അറിഞ്ഞില്ലല്ലോടാ ഇതിന് പിന്നിൽ ഇവനാണ്. ഞാനും അറിയാതെ പോയടാ. ഞാൻ ഈ രാത്രി മുഴുവൻ വെട്ടുകത്തിയുമായിട്ട് അവനെ കൊല്ലാൻ നടന്ന ഇവനാണെന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ അന്നേ കൊന്നേനെ ഇവൻ. എന്നാലും അവൻ ചത്തല്ലോ, സമാധാനം. അല്ലടാ, എനിക്ക് കൊല്ലണമായിരുന്നു, എനിക്ക് കൊല്ലണമായിരുന്നു. ശരിടാ. ഞാൻ ഭ്രാന്തനല്ലേ? ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അവൻ കറുപ്പായും ചുമപ്പായും വെള്ളയായും വരുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഇനിയും കൊല നടക്കും, ഇനിയും അവൻ വരും.
നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. നീ ജീവിക്കണടാ.